ലെബനനിൽ 20ഓളം പേരുടെ മരണത്തിനിടയാക്കുകയും നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത സ്ഫോടന പരമ്പരയ്ക്ക് കാരണമായ പേജറുകൾ ഹിസ്ബുള്ളയ്ക്ക് നിർമ്മിച്ചു നൽകിയത് ഇസ്രായേലിന്റെ കടലാസ് കമ്പനിയാണെന്ന് റിപ്പോർട്ട്. ഹംഗറി ആസ്ഥാനമായ BSC കൺസൾട്ടിംഗ് ആണ് പൊട്ടിത്തെറിച്ച പേജറുകൾ നിർമ്മിച്ചത്. BSCക്ക് ഇസ്രായേലുമായുള്ള ബന്ധം മറച്ചുവെക്കാൻ മറ്റു 2 ഷെൽ കമ്പനികൾ കൂടി ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം ആരംഭിച്ചിരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രായേലിന്റെ ഹൈടെക് ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും നിരീക്ഷണം ഒഴിവാക്കാനും ഹിസ്ബുള്ള അംഗങ്ങൾ മൊബൈൽ ഫോൺ ഒഴിവാക്കണമെന്ന് നേതാവ് ഹസൻ നസ്രള്ള കഴിഞ്ഞ വർഷം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനു പകരമാണ് ട്രാക്കിംഗ് സാധ്യമല്ലാത്ത പേജറുകൾ വ്യാപകമാക്കിയത്. ഇതിന്റെ ഭാഗമായി പേജറുകൾ ഉണ്ടാക്കാൻ 2022 മെയ്യിലാണ് ഹംഗറിയിൽ ഇസ്രായേൽ BSC കൺസൾട്ടിംഗ് എന്ന പേരിൽ കമ്പനി ആരംഭിച്ചത്. തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയുടെ ട്രേഡ് മാർക്ക് ഉപയോഗിച്ച് പേജറുകൾ ഉണ്ടാക്കാൻ ഈ സ്ഥാപനം ലൈസൻസ് നേടിയെടുത്തു. സാധാരണ ഉപഭോക്താക്കളിൽ നിന്നാണ് പേജറുകൾക്കുള്ള കരാർ BSC എടുത്തിരുന്നത്. പക്ഷേ ഹിസ്ബുള്ളയായിരുന്നു ലക്ഷ്യം. അവർക്കുള്ള പേജറുകൾ പ്രത്യേകമുണ്ടാക്കി. അതിലെ ബാറ്ററികൾക്ക് സമീപം സ്ഫോടക വസ്തുവായ PETN തിരികെ വെച്ചു. 2022 വേനൽക്കാലത്തു തന്നെ കുറച്ച് പേജറുകൾ ലെബനനിലേക്ക് കയറ്റി അയച്ചു. നസ്രള്ളയുടെ ആഹ്വാനം വന്നതോടെ സ്ഫോടക വസ്തു വെച്ച പേജറുകളുടെ ഉൽപാദനം കൂട്ടി. പേജറുകൾ ഉണ്ടാക്കുക മാത്രമല്ല, മൊബൈൽ ഫോൺ ഭീതി ഹിസ്ബുള്ളയ്ക്കിടയിൽ പ്രചരിപ്പിച്ചതും ഇസ്രായേലാണെന്ന് അവരുടെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിൽ പറയുന്നു.